Hi all. അങ്ങനെ വെക്കേഷനൊക്കെ ആയല്ലേ. ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ വെക്കേഷൻ ട്രിപ്പ്, വാച്ച് ദിസ് വീഡിയോ. ഇത് ഞങ്ങൾ വെക്കേഷന് വേണ്ടി പോയ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ്. ഞങ്ങൾ പോയ സ്ഥലം, സ്റ്റേ ചെയ്ത റിസോർട്ട്, ഐറ്റിനറി എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ പോയ സ്ഥലം തെന്മലയാണ്. ആൻഡ് വി സ്റ്റേഡ് അറ്റ് തെന്മല ഈക്കോ റിസോർട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. ആൻഡ് വി ഹാഡ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ആംബിയൻസ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത് കേട്ടോ. ആൻഡ് ഡിഫറെൻറ്റ് കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെടുത്ത കോട്ടേജ് ഇതാണ് കേട്ടോ. ആൻഡ് ഇൻഡിവിജ്വൽ പാർക്കിംഗ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത കോട്ടേജ്. ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ കോട്ടേജാണ്, വിച്ച് ഇസ് എ പ്രീമിയം കോട്ടേജ്. അപ്പോൾ ഇവിടെ 2 ബെഡ്റൂംസ് ഉണ്ട്. ഈ 2 ബെഡ്റൂംസ് കണക്റ്റഡ് ആണ്. സോ ഇപ്പോൾ 2 ഫാമിലീസ് ആയിട്ട് വരുവാണെങ്കിലും കുട്ടികളുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കോട്ടേജ് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. റൂംസ് വെയർ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ്. എല്ലാം വളരെ നീറ്റായിരുന്നു. ആൻഡ് ഓൾ ദ ഫെസിലിറ്റീസ് വെയർ പ്രൊവൈഡഡ് ദെയർ. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റിസോർട്ടിൻ്റെ തന്നെ AC റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാം എൻവയോൺമെൻറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. അത് മാത്രമല്ല ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. കമ്മിങ് ടു ദ ഫുഡ്, നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിരുന്നു. ആൻഡ് ഒതൻറ്റിക് കേരള ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, എവറിത്തിങ് വാസ് അവൈലബിൾ. പിന്നെ നമ്മുടെ ഒതൻറ്റിക് കേരള മീൽസ്, ബിരിയാണി എല്ലാം അവൈലബിൾ ആയിരുന്നു. ലഞ്ചിന്, ഡിന്നറിന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസും അതുപോലെ ചൈനീസും ട്രൈ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, എല്ലാം അവൈലബിൾ ആയിരുന്നു. അത് മാത്രമല്ല നല്ലതുമായിരുന്നു കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ 3 days സ്പെൻഡ് ചെയ്തു എന്നാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആണ് അവിടെ എത്തിയത്. സോ അന്നത്തെ ദിവസം ഞങ്ങൾ റിസോർട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ കുറേ നേരം കുട്ടികൾ കളിച്ചായിരുന്നു. അതുമാത്രമല്ല പൂൾ സർവീസ് ടിൽ 7:30 അവൈലബിൾ ആണ്. പൂളിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഫിഷിംഗ് അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഫിഷിങ്ങും അവൈലബിൾ ആണ്. ഇത് അവിടെ രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് എടുത്ത ഒരു വീഡിയോ ആണ്. രാത്രി ഒരു പ്രത്യേക കാം ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ എടുത്തത് കേട്ടോ. അന്ന് നമ്മൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ തന്നെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. അവർ തന്നെ ട്രാവലൊക്കെ അറേഞ്ച് ചെയ്യും കേട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ട്രൈ ചെയ്തു. ഇൻഫിനിറ്റി സ്വിങ് ഉണ്ടായിരുന്നു, സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, ആർച്ചറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് പോരാട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് അന്നത്തെ ദിവസം രാത്രി നമ്മൾ നൈറ്റ് സഫാരിക്ക് പോയിട്ടുള്ളതാണ്. ജംഗിളിൽ കൂടെ ഒരു ട്രാവലാണ്. ഇഫ് യു ആർ ലക്കി ഇനഫ് ആനിമൽസിനെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഞങ്ങൾ പോയത് കലങ്കുന്ന് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ലെഷർ സോണാണ്. ലെഷർ സോൺ ഈ സംതിങ് ലൈക്ക് ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരുപാട് വെയിലാകുന്നതിന് മുന്നേ വരുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് ലീഡ് ചെയ്യുന്നത് കല്ലട ഡാമിലേക്കാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റി. ഞങ്ങൾ ഈവനിങ് ബോട്ടിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമേ. അങ്ങനെ അടിപൊളിയായിട്ടൊരു 3 days സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.